ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് കാണിക്കുന്നത് ഈ ഒരു ഗൗണിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കേട്ടോ. ഈ ഒരു ഗൗൺ ചെയ്തിട്ടുള്ളത് പാനൽ കട്ടായിട്ടാണ് കേട്ടോ. അപ്പോൾ ടോട്ടൽ 16 പാനലാണ്. ഇതിന് വേണ്ടി എടുത്തിട്ടുള്ള ഫാബ്രിക് എന്ന് പറയുന്നത് ഫോക്സ് ജോർജറ്റിൻ്റെ ഫാബ്രിക്കാണ് കേട്ടോ. ഇതൊരു 5 മീറ്റർ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലൈനിങ്ങിന് വേണ്ടിയിട്ട് ക്രേപ്പിൻ്റെ ലൈനിങ്ങാണ് എടുക്കുന്നത്. ലൈനിങ് 3 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഇതിൽ നിന്നും 2 മീറ്റർ ഷോളിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 44 ഇഞ്ചസ് ആണ്. അപ്പോൾ ഷോളിന് നമുക്ക് എന്തായാലും അത്ര വിഡ്ത്ത് വേണ്ട. അപ്പോൾ ഷോളിൻ്റെ സൈഡൊന്നും നമുക്ക് ചെറിയ പീസ് ബാലൻസ് വരും കേട്ടോ. അപ്പോൾ നമുക്ക് സ്ലീവ്സിനൊക്കെ അതിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതിനെ ഒന്ന് 4ആയിട്ടൊന്ന് മടക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ മാർക്ക് ചെയ്തെടുക്കുന്നത് യോക്കിൻ്റെ പോർഷനാണ് കേട്ടോ. യോക്കിന് വേണ്ടിയിട്ട് ഇതുപോലെ 4ആയിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. ഷോൾഡർ ലെങ്ത്ത് എടുക്കുന്നത് 7.5 ഇഞ്ചസ് ആണ്. അതുപോലെ തന്നെ ആം ഹോൾ ലെങ്ത്ത് എടുക്കുന്നത് 7 ഇഞ്ചസ് ആണ്. ഇനി മാർക്ക് ചെയ്തതിനെ ഒന്ന് വരച്ച് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ആം ഹോൾ കർവും കൂടെ ഒന്ന് വരച്ചെടുക്കാം. ചെസ്റ്റ് ലെങ്ത്ത് എടുക്കുന്നത് 8.5 ഇഞ്ചസ് ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ സീം അലവൻസിനും കൂടി കൂട്ടിയിട്ട് എക്സ്ട്രാ 1 ഇഞ്ചസ് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ യോക്കിൻ്റെ ടോട്ടൽ ലെങ്ത്ത് എടുക്കുന്നത് 13 ഇഞ്ചസ് ആണ്. അപ്പോൾ നമ്മൾ സീം അലവൻസിനും കൂടി കൂട്ടിയിട്ട് 1 ഇഞ്ച് എക്സ്ട്രാ 14 ആയിട്ട് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ മാർക്ക് ചെയ്തതിനെയൊക്കെ ഒന്ന് വരച്ചെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വേസ്റ്റ് ലെങ്ത്തും കൂടി മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ വേസ്റ്റ് ലെങ്ത്ത് എടുക്കുന്നത് 8 ഇഞ്ചസ് ആണ്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇനി നെക്കിൻ്റെ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്തെടുക്കാം. നെക്കിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത് 3.5 ഇഞ്ചസ് ആണ്. ഫ്രണ്ട് നെക്കാണ് കേട്ടോ ആദ്യം മാർക്ക് ചെയ്തെടുക്കുന്നത്. നെക്കിൻ്റെ ഡീപ്പ് എടുക്കുന്നത് 5.5 ഇഞ്ചസ് ആണ്. ഈ മാർക്ക് ചെയ്തതിനൊക്കെ നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ലൈനായിട്ട് വരച്ചെടുക്കുന്നുണ്ട്. ഫ്രണ്ട് നെക്കിൻ്റെ ഡിസൈനാണ് കേട്ടോ നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട് നെക്ക് ഞാൻ ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 4 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ആ സെൻറ്റർ പോർഷനിലേക്ക് ഒന്ന് ചെരിവിലൊന്ന് വരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു പാറ്റേണിലാണ് കേട്ടോ ഫ്രണ്ട് നെക്ക് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ഇഞ്ചും മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ഡീപ്പാണ് കേട്ടോ. അധികം ഇറക്കുന്നില്ല. ബാക്കിൽ 2 ഇഞ്ചസ് ആണ് ഡീപ്പായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് വരച്ചെടുക്കാം. അതുപോലെ തന്നെ ബാക്ക് നെക്ക് ചെറിയൊരു റൗണ്ട് ഷേപ്പായിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു കർവ് അവിടെ വരച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഷോൾഡർ സ്ലോപ്പും കൂടെ ഒന്ന് ചെരിച്ചൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ മാർക്ക് ചെയ്തതിലൂടെയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ബാക്ക് നെക്കാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഫ്രണ്ട് നെക്ക് നമ്മൾ ബാക്ക് യോക്കിൻ്റെ ആ ഒരു ഭാഗം മാറ്റി വെച്ചതിന് ശേഷം വേണം ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ബാക്കിയൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് രണ്ടും കൂടെ ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ബാക്ക് യോക്ക് പാർട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മൾ ആം ഹോളിൻ്റെ ആ ഒരു കൈക്കുഴി ഉണ്ടല്ലോ അതൊന്നും കൂടി ഉള്ളിലേക്കൊന്ന് കുഴിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ലൈനിങ് പീസും കൂടി കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ക്രേപ്പിൻ്റെ ലൈനിങ് ഇതുപോലെ 4ആയിട്ടൊന്ന് മടക്കിയെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്തെടുത്തില്ലേ യോക്ക് പാർട്ട്, അത് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ ഒന്ന് പിൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലൂടെ ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. യോക്ക് പാർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി യോക്കിന് താഴെയായിട്ട് വരുന്ന ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കാം. അത് ഞാൻ 16 പാനൽ കട്ടായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പാനൽ കട്ട് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ, പീസ് പീസായിട്ടാണ്. ഫ്രണ്ടിൽ 8 പീസും ബാക്കിൽ 8 പീസും അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. യോക്കിന് വേണ്ടി കട്ട് ചെയ്തതിന് ശേഷം കിട്ടിയിട്ടുള്ള ഈ ഒരു പീസിനെ ഇതുപോലെ 2ആയിട്ട് മടക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് ഇതുപോലെ 1 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം വീണ്ടും ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. വീണ്ടും ഒരു 3 ഇഞ്ച്, പിന്നെ ഒരു 7 ഇഞ്ച്, പിന്നെ ഒരു 3 ഇഞ്ച്, പിന്നെ ഒരു 7 ഇഞ്ച്. ആ ഒരു പാറ്റേണിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഈ 7 ഇഞ്ച് വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതാണ് നമ്മുടെ താഴേക്ക് വരുന്ന ആ ഒരു ഭാഗം കേട്ടോ. നമ്മുടെ ഈ ഒരു ഗൗണിൻ്റെ താഴേക്ക് വരുന്നത് 7 ഇഞ്ചാണ്. 3 ഇഞ്ച് നമ്മുടെ ആ ഒരു വേസ്റ്റിൻ്റെ അവിടെ ആയിരിക്കും കേട്ടോ വരുന്നത്. അപ്പോൾ ഇതുപോലെ മാക്സിമം ആ ഒരു ക്ലോത്തിൽ എത്ര കിട്ടുന്നത്
അതുപോലെ ഞാൻ വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിവിടെ ടോട്ടൽ കിട്ടിയിട്ടുള്ളത് 8 പാനലിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ താഴെ ഭാഗത്തും ഇത് രണ്ടായിട്ട് മടക്കിയിട്ടല്ല ചെയ്യുന്നത്. അപ്പോൾ താഴെ ഭാഗത്തും 8 പാനലിന് വേണ്ടിയിട്ട് കിട്ടുന്നുണ്ട്. ഇതേ മെത്തേഡിൽ തന്നെ നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം 3 ഇഞ്ചായിരുന്നു മാർക്ക് ചെയ്തെടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ 7 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ 3 ഇഞ്ച്, പിന്നെ 7 ഇഞ്ച്, 3, 7, 3, 7 ആ ഒരു ലെവലിലാണ് കേട്ടോ അത് പോവേണ്ടത്. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൻ്റെ എങ്ങനെയാണോ ചെയ്തത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇനി നമ്മൾ 2 സൈഡിലും ഇതുപോലെ മാർക്ക് ചെയ്തതിനെ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം. അപ്പം നമുക്ക് മനസ്സിലാവും കേട്ടോ. ഈ 3 ഇഞ്ച് വരുന്നതൊക്കെ നമ്മുടെ വേസ്റ്റ് ലെങ്ത്തിൻ്റെ അവിടേക്കാണ് കേട്ടോ എടുക്കുന്നത്. 7 ഇഞ്ച് വരുന്ന ആ ഒരു ഭാഗം നമ്മുടെ ഈ ഒരു ഗൗണിൻ്റെ താഴെ ഭാഗത്താണ്. അപ്പോൾ താഴെ ഭാഗം നല്ല ഫ്ലെയറിൽ നമുക്ക് കിട്ടും. ഇതുപോലെ 8 പാനൽസിനെയും വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു 3, 7 എന്ന മെഷർമെൻറ്റ്സ് എനിക്ക് എങ്ങനെ കിട്ടിയതെന്ന് വെച്ചാൽ എൻ്റെ ടോട്ടൽ വേസ്റ്റ് ലെങ്ത്ത് വരുന്നത് 16 ഇഞ്ചസ് ആയിരുന്നു. അപ്പോൾ അതിലേക്ക് സീം അലവൻസും കൂടി കൂട്ടിയിട്ട് 18 ഇഞ്ചസാണ് എനിക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ 8 പാനൽസാണ് ഒരു സൈഡിൽ വരുന്നത്. അപ്പോൾ 8 × 3 24 കിട്ടും. ഈ ഓരോ പാനൽസിൻ്റെയും 2 സൈഡിലും 1/2 ഇഞ്ച് വീതം സീം അലവൻസിന് വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈ 24 ഇഞ്ചസ് ഉള്ളത് എന്തായും നമുക്ക് 18 ഇഞ്ചസ് ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു 18 ഇഞ്ചസാണ് എനിക്ക് വേസ്റ്റ് ലെങ്ത്തിൻ്റെ അവിടെ കിട്ടേണ്ടത്. അപ്പോൾ എൻ്റെ മെഷർമെൻറ്റ്സ് ഇവിടെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഈ ഒരു മെത്തേഡിലാണ് കേട്ടോ ഞാൻ എൻ്റെ വേസ്റ്റ് ലെങ്ത്തിൻ്റെ മെഷർമെൻറ്റ്സ് കണക്കാക്കി എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ 7 ഇഞ്ചസ് ആണല്ലോ എടുക്കുന്നത്. അപ്പോൾ ഈ 7ൻ്റെ കൂടെ 8 പാനൽസ് നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 7 × 8 എനിക്കിവിടെ കിട്ടുന്നത് 56 ഇഞ്ചസ് ആണ്. അപ്പോൾ ഒരു ഭാഗത്താണ് കേട്ടോ ഈ ഒരു 56 കിട്ടുന്നത്. 2 സൈഡിലും കൂടി ആയിട്ട് 16 പാനൽസാണ്. അപ്പോൾ നമുക്ക് 56നെ എന്ത് ചെയ്യാം, ഡബിൾ ആക്കിയിട്ട് എടുക്കുമ്പോൾ നമുക്ക് 112 ഇഞ്ചസ് ആണ് കിട്ടുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ഫ്ലെയറിൽ തന്നെ താഴെ ഭാഗം നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. വേസ്റ്റിൻ്റെ വണ്ണം കൂടുന്നതിനും കുറയുന്നതിനനുസരിച്ച് ഈ ഒരു മെഷർമെൻറ്റ്സിൽ മാറ്റം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെ കണക്കാക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ വേസ്റ്റ് മെഷർമെൻറ്റ്സിനെ 8 ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ എത്ര പാനലാണ് എടുക്കുന്നത് അതിനനുസരിച്ച് ഞാനിവിടെ 8 പാനലാണ് എടുക്കുന്നത്. അപ്പോൾ 8 ഡിവൈഡ് ചെയ്ത് അപ്പോൾ എനിക്കൊരു സംഖ്യ കിട്ടൂലേ, അതിൻ്റെ കൂടെ 1/2 ഇഞ്ചോ 1 ഇഞ്ചോ എക്സ്ട്രാ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ പാനലിനും നമ്മൾ ആഡ് ചെയ്തിട്ട് വേണം കേട്ടോ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാൻ. ഈ ഒരു മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ വേസ്റ്റ് ലെങ്ത് നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതുപോലെ ഈ ഒരു മാർക്ക് ചെയ്തതിനെ മുഴുവനായിട്ടും ഞാൻ ഓരോ പാനലിനും വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. താഴെ ഭാഗത്ത് ഞാൻ 7 ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അതെങ്ങനെ കിട്ടുന്നത് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഫാബ്രിക്കിൻ്റെ ടോട്ടൽ മെഷർമെൻറ്റ്സ് നോക്കിയിട്ട് എനിക്ക് 8 പാനൽ കിട്ടും വേണം. അതിൻ്റെ കൂടെ തന്നെ മാക്സിമം താഴെ ഭാഗത്ത് നല്ല ഫ്ലെയറിൽ നിൽക്കാൻ വേണ്ടിയിട്ട് എത്ര കിട്ടുന്നുണ്ടെന്ന് നോക്കിയിട്ട് ആ ഒരു പാറ്റേണിലാണ് കേട്ടോ താഴെ 7 മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് നിങ്ങളെ ഫാബ്രിക് ഇതിൽ കൂടുതലാണെങ്കിൽ നല്ല ഫ്ലെയറിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ 7 ഉള്ളത് 10 അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം. പക്ഷെ നമ്മുടെ വേസ്റ്റിൻ്റെ ആ ഒരു ഭാഗം കൃത്യമായിട്ട് നമ്മൾ മെഷർ ചെയ്തിട്ട് വേണം ഇതുപോലെ പാനലിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതുപോലെ മുഴുവനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് 2 ലെയറായിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഓരോന്നും 2 ലെയറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ 16 പാനലിന് വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ 3 ഇഞ്ച് ഉള്ളത് താഴെ ഭാഗത്തുനിന്ന് ഈ ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നും അതുപോലെ 7 ഇഞ്ചാണ് മുകളിലുള്ളത്, അതിനെ നിന്ന് തിരിച്ചിട്ട് 3 ഇഞ്ചസ് ഇതുപോലെ വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 3 ഇഞ്ചസൊക്കെ മുകളിലേക്ക് വരുന്നുണ്ട്, 7 ഇഞ്ച് താഴേക്കും വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഓരോ പാനലും സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ഇനി ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ 8 പീസും ബാക്കിൽ 8 പീസും അങ്ങനെയാണ് ഈ ഒരു പാനൽ ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ 4 പാനൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു 3 ഇഞ്ച് ഈ ഒരു മുകളിലും 7 ഇഞ്ച് താഴെ വരുന്നത് പോലെ ഓരോന്നും ഇതുപോലെ ഒന്നിൻ്റെ മുകളിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടൊന്ന് മടക്കിയെടുക്കുക. അങ്ങനെയാണ് 8 പാനലും ചെയ്തെടുക്കുന്നുണ്ട്. ഓരോ പാനലും ഡബിൾ സ്റ്റിച്ച് ആക്കിയിട്ടാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ 2 സ്റ്റിച്ച് ഒരുമിച്ച് ചെയ്തെടുക്കുമ്പോൾ ഒന്നിൻ്റെ മുകളിൽ തന്നെ മറ്റൊന്ന് സ്റ്റിച്ച് ചെയ്യാതെ ഒരു പൊടിക്ക് ജസ്റ്റ് ഒന്ന് ഒരു പൊടിക്ക് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട്
സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതുപോലെ ഫ്രണ്ടും ബാക്കും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇത് രണ്ടും ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. ഫ്രണ്ടും ബാക്കും ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ ഞാൻ 16 പാനലും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ലൈനിങ്ങും കൂടി ജോയിൻ ചെയ്തെടുക്കണം. ലൈനിങ്ങിന് വേണ്ടിയിട്ട് ക്രേപ്പിൻ്റെ ലൈനിങ്ങാണ് എടുത്തിട്ടുള്ളത്. അത് അംബ്രല്ല കട്ട് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗവും അതിൻ്റെ കൂടെ തന്നെ ലൈനിങ്ങും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. ഈ ഒരു പാനൽ കട്ടിൻ്റെയും അതുപോലെ ലൈനിങ്ങിൻ്റെയും ആ ഒരു വേസ്റ്റിൻ്റെ ആ ഒരു ഭാഗം കൂട്ടി തയ്ച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ലൈനിങ് പീസും ജോർജറ്റിൻ്റെ പീസും ഇതുപോലെ വെച്ചിട്ട് ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബാക്കി വരുന്ന ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് തിരിച്ചിട്ടിട്ട് നല്ല ഭാഗം ത്തേക്ക് മറിച്ചിട്ടെടുക്കുന്നുണ്ട്. ഇതുപോലെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ബാക്ക് നെക്കും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി രണ്ടിൻ്റെയും നല്ല വശവും ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗം ഓപ്പൺ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. രണ്ടും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഷോൾഡറും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ തയ്യൽ തുമ്പൊന്നും കാണാതെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ടിൽ നല്ല ഷേപ്പിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ടക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരി ലൂസായി പോവാതെ നല്ല ഷേപ്പിൽ നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ആ ഒരു നെക്കിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് താഴേക്ക് ഇതുപോലെ ഒരു 6 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു ഭാഗത്താണ് ചെറിയൊരു ടക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 2 സൈഡിലും ഇതുപോലെ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതുപോലെ താഴെ നിന്ന് മുകളിലേക്ക് ഒരു 6 ഇഞ്ച് ആണ് ഈ ടക്കിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ടക്ക് ഇട്ട് കൊടുക്കുമ്പോഴേക്ക് നമ്മുടെ ആ ഒരു ഫ്രണ്ട് ഭാഗം നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നിൽക്കും. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ഭാഗം നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്താൽ മതി കേട്ടോ. നല്ല വൃത്തിയിൽ തന്നെ അവിടെ നിൽക്കും. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ സ്ലീവ്സും ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്ലീവ്സിൻ്റെ ഈ ഒരു പാറ്റേൺ എങ്ങനെ ചെയ്തെടുക്കുന്നത് ഞാൻ സെപ്പറേറ്റ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ നിങ്ങൾ ആദ്യമേ അതൊന്ന് കാണുക. അത് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു പാറ്റേണിലാണ് കേട്ടോ ഞാനൊരു റഫിൾഡ് സ്ലീവ്സ് ആയിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഡിസൈനും ഒക്കെ ചെയ്തിട്ടാണ് ഈ ഒരു സ്ലീവ്സ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നോർമൽ സ്ലീവ്സിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒരു എക്സ്ട്രാ പീസ് വെച്ചിട്ടാണ് ഈ ഒരു സ്ലീവ്സ് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു സ്ലീവ്സാണ് കേട്ടോ ഈ ഒരു ഗൗണിന് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നൊരു ഭാഗം. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഈ സ്ലീവ്സ് കാണാൻ തന്നെ. അപ്പം ആ ഒരു സ്ലീവ്സ് ആം ഹോളുമായിട്ടൊന്ന് കൂട്ടി തയ്ച്ചെടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു പാനൽ കട്ടിൻ്റെ താഴെയായിട്ട് ആ ഒരു ജോയിൻറ്റിൽ ഞാൻ 2 ഇഞ്ചിൻ്റെ ഒരു പീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആ പാനൽ കട്ട് അങ്ങനെ മടക്കി തയ്ക്കുന്നതിലാട്ടിലും എന്തുകൊണ്ടും ഇതുപോലെ ഒരു എക്സ്ട്രാ പീസ് വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ ലൈനിങ്ങും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഗൗണിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ എംബ്രോയ്ഡറി ചെയ്തിട്ട് ഒരു ബെൽറ്റും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള ഏതൊരു ഫാബ്രിക്കിലും ഫാബ്രിക് ഗ്ലൂ കട്ട് ബീഡ്സും വെച്ചിട്ട് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു ബെൽറ്റും സ്ലീവ്സും ഈ ഒരു റോസ് ഡിസൈൻ ചെയ്തതുമെല്ലാം ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് സ്കാലപ്പ് ചെയ്തിട്ടുള്ള ഷോളും ചെയ്തെടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.